തിരുവനന്തപുരത്ത് പൊതുവിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടിയെ കരിങ്കൊടി കാണിച്ച സംഭവത്തിൽ KSU ജില്ലാ പ്രസിഡന്റ് ഗോപു നെയ്യാർ അറസ്റ്റിൽ. നെയ്യാറിലെ വീട്ടിൽ നിന്നാണ് ഗോപുവിനെ കന്റോൺമെന്റ് പോലീസ് അറസ്റ്റ് ചെയ്തത്. വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്നും അഖിൽ ഷാ അൻസാർ ചേരുന്നുണ്ട്. അഖിൽ ഷാ അൻസാർ, പ്രതിഷേധത്തിൽ ഒരു അറസ്റ്റ് അല്ലെ അഖിൽ ഷാ? തീർച്ചയായിട്ടും ഇന്ന് വൈകിട്ട് 4 മണിയോടുകൂടിയാണ് തിരുവനന്തപുരത്തെ മന്ത്രിയുടെ ഔദ്യോഗിക വസതിക്ക് മുന്നിൽ ഇത്തരത്തിലൊരു പ്രതിഷേധം നടക്കുന്നത്. 10ഓളം KSU പ്രവർത്തകർ ഇവിടേക്ക് എത്തുകയും ഈ OR കേളു മന്ത്രിയെ സത്യപ്രതിജ്ഞാ ചടങ്ങിൽ പങ്കെടുക്കാനായി വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി പുറത്തേക്ക് ഇറങ്ങിയപ്പോഴാണ് ഇത്തരത്തിലൊരു പ്രതിഷേധവുമായി KSU പ്രവർത്തകർ എത്തുകയും ഈ വാഹനത്തിന് മുന്നിലേക്ക് ചാടി വീഴുകയും ചെയ്തത്. മന്ത്രിയെ കരിങ്കൊടി കാണിക്കുകയും ചെയ്തു. പിന്നാലെ മന്ത്രിയുടെ വാഹനത്തിൽ ഉൾപ്പെടെ ഈ കറുത്ത കൊടികൾ കെട്ടുകയും ചെയ്തിരുന്നു. അന്നേരം ഈ പോലീസിന് കൃത്യമായി ഈ സംഭവത്തിൽ ഇടപെടാൻ സാധിച്ചിരുന്നില്ല. മന്ത്രി പുറത്തേക്ക് ഇറങ്ങുന്ന സമയമായിരുന്നു. അതിന് പിന്നാലെ ഈ KSU പ്രവർത്തകർ അവിടെ നിന്ന് പോവുകയും ചെയ്തിരുന്നു. അതിന് പിന്നാലെയാണ് ഇത്തരത്തിലൊരു കന്റോൺമെന്റ് പോലീസ് സ്റ്റേഷനിൽ FIR ഈ കേസിൽ ഇടുകയും അതിന് പിന്നാലെ 5 പേർ 4 പേർക്കെതിരെ കേസെടുത്തിട്ടുണ്ട്. അതിന് പിന്നാലെ 6ഓളം കണ്ടാലറിയാവുന്ന 6ഓളം പേർക്കെതിരെയും കേസെടുത്തിട്ടുണ്ട്. അതിലാണ് ഇപ്പോൾ 1ാം പ്രതിയായ KSUവിന്റെ ജില്ലാ പ്രസിഡന്റ് ഗോപു നെയ്യാറിനെ അറസ്റ്റ് ചെയ്തിട്ടുള്ളത്. നെയ്യാറിലെ വീട്ടിലെത്തിയാണ് കന്റോൺമെന്റ് പോലീസ് അറസ്റ്റ് ചെയ്തത്. ഇപ്പോൾ ഗോപുവിനെ ഈ തിരുവനന്തപുരം കന്റോൺമെന്റ് സ്റ്റേഷനിൽ എത്തിച്ചിട്ടുണ്ട്. ശരി, തിരുവനന്തപുരത്ത് പൊതുവിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടിയെ കരിങ്കൊടി കാണിച്ച സംഭവത്തിൽ KSU ജില്ലാ പ്രസിഡന്റ് ഗോപു നെയ്യാർ അറസ്റ്റിൽ. വിവരങ്ങൾ നൽകുകയായിരുന്നു തിരുവനന്തപുരത്ത് നിന്നും അഖിൽ ഷാ അൻസാർ.